ാണ് കണ്ണു നിൽക്കുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആൻ ആ ഖുർആനിലെ 6000-ലധികം വരുന്ന ആയത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് പദവിയുള്ള ആയത്ത്, ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാൾ, ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ കലാമിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ ഓർമ്മപ്പെടുത്തി, റഈസു ആയിൽ ഖുർആൻ ആയത്തുകൾക്കുള്ള നേതാവാണ് ആയത്തുൽ കുർസി എന്ന് മുഹമ്മദ് മുസ്തഫ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് അഅ്ളമു ആയത്തിൻ ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ടോപ്പ് പദവി അലങ്കരിക്കുന്ന ആയത്താണ് ആയത്തുൽ കുർസി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹദീസുകൾ ഈ അർത്ഥത്തിൽ കുറെയുണ്ട്. ഞാൻ 2 നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തന്നതാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്ക് നേതാവാണ് ആയത്തുൽ കുർസി. ഖുർആന്റെ ആയത്തുകളിൽ നിന്ന് ടോപ്പ് പദവി അലങ്കരിക്കുന്ന ആയത്താണ് ആയത്തുൽ കുർസി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആയത്തുൽ കുർസിയെ കൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ദുനിയാവും രക്ഷപ്പെടാം, ആഖിറവും രക്ഷപ്പെടാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അവന്റെ വ്യക്തി ജീവിതവും രക്ഷപ്പെടുത്താം, കുടുംബ ജീവിതവും രക്ഷപ്പെടുത്താം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അവന് സമ്പത്തുണ്ടാക്കാം, അവന് ആരോഗ്യമുണ്ടാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവന് ഹലാലായ ഭക്ഷണം സമ്പാദിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ആയത്തുൽ കുർസി കൊണ്ട് ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന്, വിശുദ്ധ ഖുർആൻ ഇത്രയധികം ആയത്തുകൾ ഉണ്ടായിട്ട് ഒറ്റ ആയത്തിൽ അള്ളാഹുവിന്റെ വിവിധ പേരുകൾ 18 പ്രാവശ്യം ഒരായത്തിൽ ആവർത്തിക്കപ്പെട്ട ഒരേ ഒരായത്ത് അത് ആയത്തുൽ കുർസി മാത്രമാണ്. അല്ലാഹ് എന്ന് പേരുണ്ട് അല്ലാഹു തആലക്ക്. അസ്മാഉൽ ഹുസ്നയിൽ പ്രസിദ്ധമായ 99 പേരുകളുണ്ട്. ആ പേരുകൾ നിറഞ്ഞു നിൽക്കുന്നു ളാഹിറും ളമീറും. അത് ഉസ്താദുമാർക്ക് വേണ്ടി, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയാണ്. ളാഹിറും ളമീറും എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായും പരോക്ഷമായും അള്ളാഹുവിന്റെ പേര് ഒരായത്തിൽ 18 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ഒരേ ഒരായത്ത് ആയത്തുൽ കുർസി മാത്രമാണ്. ആയത്തുൽ കുർസി ഓതി നോക്കുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഒക്കെ നിങ്ങൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അൽ ഹയ്യു അൽ ഖയ്യൂം ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ അത് അവസാനിക്കുമ്പോൾ വഹുവൽ അലിയുൽ അളീം 18 പ്രാവശ്യം അള്ളാഹുവിന്റെ പേര് ആവർത്തിക്കപ്പെട്ട ഒരേ ഒരായത്ത് ആയത്തുൽ കുർസി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ആയത്തുൽ കുർസിയെ സംബന്ധിച്ചുകൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഭാര്യമാരെ നൽകി, മക്കളെ നൽകി. മക്കളെ കൂട്ടത്തിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഒഴിച്ച് ബാക്കി എല്ലാ മക്കളും നേരത്തെ വഫാത്തായി പോയി. അതിലെല്ലാം കുറെ കാര്യങ്ങളുണ്ട്. എന്നാൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയാണ് വലിയ പെണ്ണായി, ഉമ്മയായി ജീവിച്ചിട്ടുള്ളത്. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ നാളെ സ്വർഗലോകത്ത് നമ്മുടെ സഹോദരിമാർക്ക് നേതാവാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും അടക്കമുള്ള മക്കൾക്ക് ജന്മം നൽകിയ ഉമ്മ ബീവി ഫാത്തിമത്തു സഹ്റ. ഫാത്തിമത്തു ഖിത്അത്തും മിന്നീ, ഫാത്തിമ എന്റെ കരളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗലോകത്തുള്ള സ്ത്രീകൾക്ക് നേതാവ് എന്റെ മോൾ ഫാത്തിമയാണെന്ന് മുഹമ്മദ് മുസ്തഫ.